എടാ നീയും കള്ളൻ, നിന്റെ കൂടെ ഉള്ളവന്മാരും കള്ളൻ, എല്ലാവന്മാരും കള്ളൻ. നീ കള്ളൻ, ഷാജഹാൻ കള്ളൻ, എല്ലാം കള്ളന്മാർക്ക് കഞ്ഞി വെച്ച് സ്വന്തമായിട്ട് കുടിച്ചവന്മാരാണ് നീയൊക്കെ. എന്തേടി നല്ലവന്മാരൊന്നും ഇല്ലേടി നിന്റെ ടീമില്? എല്ലാവരും ഇങ്ങനത്തെ ഊളകളായി പോയല്ലോ. MMA ഫൈറ്റിന് ഇറങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഫുൾ ഫോം ഇവനെ അറിയാമോ? ഇവന്റെ വിചാരം മറ്റേ മലവാണം മണവാളൻ അസോസിയേഷൻ എന്ന്. ആ സെറ്റപ്പിലാണ് ഇവന്റെ കളി. ഇന്ന പണി വച്ചെടുക്കേണ്ട. അയ്യോ അയ്യോ, കാണാം ഒരു അരുവേന്ന് കുറെ കാണാണ്ട്. ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അകത്തിടണം. ഇങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് ജീവിക്കുന്ന ഇവൻ മറ്റേ തൂറിയിട്ട് 7 ദിവസമായ പ്രാങ്ക് കൊണ്ട് നടന്ന ടീമാണ് അവനൊക്കെ. കുറെ തീട്ട പ്രാങ്കിന്റെ ഘോഷയാത്രയായിരുന്നു ഇവന്റെയൊക്കെ ജീവിതം. ഇപ്പൊ എന്തൊക്കെയോ റീച്ചിന് വേണ്ടിയിട്ട് ആരെയൊക്കെ വെട്ടിക്കാനും വെല്ലാനും ഒക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചതുപോലെ കാണിക്കുകയാണ്. ഇതൊക്കെ എന്തിനാടാ? എടാ സത്യസന്ധമായിട്ട് ജീവിക്കാൻ നോക്കടാ. പെണ്ണൊക്കെ കെട്ടിയല്ലേ ഇപ്പം. അവളും ഈ ഒരു കള്ളത്തനത്തിന് കൂട്ടുവന്നിരിക്കുകയാണ്. നിന്റെ കൂടെ വന്ന് നിനക്ക് ഉമ്മയൊക്കെ തന്ന് കെട്ടിപ്പിടിച്ച് ആനയിച്ച് വിടുന്നുണ്ട്. പഞ്ചായത്ത് ഗ്രൗണ്ടിൽ പോലും എടുക്കാത്ത ഏതോ ഫൈറ്റ്. പട്ടികൾ ഇതിനേക്കാളും നന്നായിട്ട് വന്ന് പണ്ണോളാ. ഞാൻ പറഞ്ഞുതരാം, ഓരോന്നിട്ട് കാണിച്ചു തരാം. ഇവിടെയാണോ അവിടെയാണോ? ഇവിടെ അപ്പുറത്ത് MMA ഫുൾ കോണ്ടാക്ട്. നമ്മൾ ഇറങ്ങാൻ പോണ ഫൈറ്റ് എന്ന് വെച്ചാൽ MMA മാർഷൽ യൂസ് ചെയ്യാം, കാർ യൂസ് ചെയ്യാം, നീ യൂസ് ചെയ്യാം, എൽബോ യൂസ് ചെയ്യാം, അങ്ങനെ എല്ലാം കംപ്ലീറ്റ് എന്ത് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ ഫൈറ്റാണ്. അപ്പൊ ഒരു ചോരക്കളിനെ ചോരക്കളി ഇവൻ മറ്റേ ഞാൻ ഒന്നും പറയുന്നില്ല. രാത്രി മറ്റേ റോട്ടിൽ കിടന്ന് പട്ടികൾ പണ്ണണ പോലെയാണ് ഇവൻ MMA അടിച്ചു വെച്ചിരിക്കുന്നത്. ഇവൻ അതിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാവോ? സത്യോടെ ഇത്രയും ഒരു മൊണ്ണയായി പോയില്ലൂടെ നീ. ഇവന്റെ ഫൈറ്റ് ഞാനൊന്ന് കൊടുക്കാം. നിങ്ങൾ തന്നെ ഇത് കണ്ടിട്ട് പറ. രാത്രി റോഡുകളിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാം. റോഡുകളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത്, ബൈക്കിലോ കാറിലോ പോകുന്ന സമയത്ത് റോഡിന്റെ സൈഡിൽ കിടന്ന് പട്ടികൾ പണ്ണാറുണ്ട് അല്ലേ? ആ ഒരു സെറ്റപ്പിലാണ് ഇവ ഈ പരിപാടി ചെയ്ത് വെച്ചിട്ടുള്ളത്. നോക്കി നോക്ക്. കണ്ടല്ലോ, ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? റോഡില് സൈഡില് പട്ടികളോ ആ പരിപാടി അതുപോലെ തന്നെയാണ്. പിന്നെ ഇതിൽ ഏറ്റവും വലിയ മൊട്ടൻ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ ബംഗാളിക്ക് ചായയും വട 5 രൂപയ്ക്ക് വാങ്ങിച്ചോണ്ട് കൊടുത്ത് അങ്ങനെ കൊണ്ട് ഇരുത്തിയതുപോലെ എനിക്ക് തോന്നുന്നു. സീരിയസ്ലി ആ പയ്യനെ ബോഡി ഷെയിം ചെയ്യുന്നതോ കളിയാക്കുന്നതല്ല. അവൻ വീട്ടിലെങ്ങാണ്ട് TV കണ്ടോണ്ടിരുന്ന ആ ഒരു ടീമിൽ പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാനിത് കണ്ട് ഇതിന്റെ ഓരോന്നായിട്ട് പോയപ്പം അവൻ 3 മാസം എങ്ങാണ്ട് ആയിട്ടുള്ളൂ. ഇവൻ സ്റ്റാറ്റ് അടുത്ത നാഷണലി ഇനി അടുത്ത ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയുടെ വിലയൊന്നും കളയില്ല, ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പോണെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ദൈവമേ, എന്തൊക്കെയാണോ എന്തോ പണ്ണി വച്ചെറുക്കെ. സത്യോടെ നീ ഇത്രയും തീട്ടമായി പോയല്ലോ മലവാണമേ. ജോസ് പെരേര അല്ലെന്ന്. പിന്നെ ഒരു സ്റ്റേറ്റ് മാച്ച് നടക്കുന്നു, പലതും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ രസകരമായിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോ ഈ സൈഡിൽ കാണുന്നതാണ് ഈ പറയുന്ന മാച്ച്. ഇതെന്തോ കാണിക്കുന്നത്? അതൊരു ബോക്സിങ്ങിന് കൃത്യമായ സ്റ്റാൻസ് ഉണ്ട്, അതിന് കൃത്യമായിട്ടുള്ള രീതികളുണ്ട്, ഫൗൾ ആവുന്നതിനുള്ള കാര്യങ്ങളുണ്ട്. ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇതിന് മുമ്പും കഴിഞ്ഞ വർഷവും മറ്റോ ഇതുപോലെ മണവാളൻ എന്തോ ഫൈറ്റിംഗ് പങ്കെടുത്ത് തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടായിരുന്നു. അന്നും ഞാൻ കാണിക്കുന്നത്. ഇവിടെ എന്താ കാണിക്കുന്നത്? ഇയാളെന്താ കാണിക്കുന്നത് അയാൾക്കും അറിയില്ല. പിന്നെ അൽത്താഫിന്റെ വീഡിയോയിൽ അൽത്താഫ് പറയുന്നതായിട്ട് ഇവന് മാനസികമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന്, മാനസിക രോഗമാണ്, അതിന്റെ ചികിത്സയൊക്കെയിലാണ്, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അൽത്താഫ്. സത്യം ഞാൻ ഇങ്ങനെ കിളി പറഞ്ഞിരിക്കുകയായിരുന്നു. ഇവൻ ഇടയ്ക്കെങ്ങാണ്ട് ജയിലിലൊക്കെ പോയിട്ട് അവിടെ അന്ന് സർട്ടിഫിക്കറ്റ് എന്തോ ഇവന് എന്തൊക്കെ തകരാറുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ട് ദൈവത്തിനറിയാം. റീച്ച് തലയ്ക്ക് പിടിച്ച് റീച്ചിന് വേണ്ടിയിട്ട് എന്തും കാണിക്കുന്നുള്ള രീതിയിലോട്ട് മാറി തോന്നുക. കണ്ടു നോക്കാം. കണ്ടല്ലോ. മറ്റോ അപ്പുറത്തും തപ്പണം. ഇവന് എന്താടാ വയ്യേ, ഇവന് പ്രാന്ത എന്നാണ് മറ്റോ ഓപ്പോസിറ്റ് ഇരിക്കുന്നവൻ. അവൻ ഇതെന്ന് നോക്കുന്നു. ഇവന് വയ്യേ, ഇവന് തലയ്ക്ക് സുഖമില്ലേ എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു ഫൈറ്റ്. അയ്യേ, ഇവന്റെ പട്ടി ഷോ നോക്കടാ ഈ മലവാണത്തിന്റെ. അയ്യോയ്യോയ്യോ. ഇനി ഇടികൊണ്ടവൻ ഇതെന്താണ് സത്യത്തിൽ സംഭവിച്ചത്, എന്താണ് അവിടെ നടന്നത് അവൻ പറയും. കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും. അവന്റെ കോച്ചെങ്ങാണ്ട് ഈ പരിപാടികളൊക്കെ എങ്ങനെയാണെന്നൊന്ന് പോയി നോക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടതാണ്. നോക്കാൻ വേണ്ടി പോയവന് അകത്ത് കയറ്റി ഇടിച്ചെന്നാണ് പറയുന്നത്. എന്തായാലും അവൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. പഞ്ചായത്തിൽ നടന്നിട്ടുള്ള ഏതോ പരിപാടിയാണെന്ന് തോന്നുന്നു. എങ്ങനെയോ പണ്ണി വെച്ചിരിക്കെ. കണ്ടു നോക്കാം. ഞാൻ 3 മാസമേ ഉള്ളൂ MMA സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഇത് എന്റെ കോച്ച് പറഞ്ഞു, സ്റ്റേജ് ഫിയർ ഒക്കെ മാറല്ലേ, ഒന്ന് വാ, ജസ്റ്റ് കണ്ടു നോക്ക്, ഇതൊരു ജസ്റ്റ് ഒരു മാച്ച്. അങ്ങനെ പറഞ്ഞിട്ടാണ് നീ റിംഗിൽ ഇറങ്ങിയത് അല്ല? ഇറങ്ങിയത് ഇങ്ങനെ ഇതെടുത്ത് യൂട്യൂബ് ഇടും കോപ്പ് ഉണ്ടാക്കുന്ന. അതും ബ്രോ എന്റെ സ്പെഷ്യൽ കാറ്റഗറിയാണ്. കാരണം എനിക്ക് 30 വയസ്സുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു MMA ഇതിനാണ്. ഇത് സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഒന്നല്ലല്ലോ, ഒരു കോപ്പുമല്ല ഇത്. അതും ബ്രോ സാധാരണ ഉള്ള 3 മിനിറ്റിന്റെ മാച്ച് അല്ലേ, 1.5 മിനിറ്റിന്റെ സ്പെഷ്യൽ മാച്ച് ആണ്. കാരണം
ഇത് അറിയാനും ഒപ്പോണന്റ് അറിയാനും ഞങ്ങള് രണ്ടുപേരുണ്ട്. ഞാനും പിന്നെ ഒരു 46 വയസ്സുള്ള ഡോക്ടറും ഉണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് അറേഞ്ച് ചെയ്താ. ഈ മൊണ്ണ എങ്ങനെ വന്നു, ഇവൻ ഇതിട്ട് ഇത്രയും ഷോ കാണിക്കുന്നൊന്നും അല്ല അവൻക്കുള്ള പണി കൊടുത്തിട്ടുണ്ടല്ലോ, സീനില്ല. ഇതിന്റെ സത്യാവസ്ഥ കേട്ടല്ലോ ജനങ്ങളെ. നാട്ടുകാരെ വീണ്ടും പറ്റിച്ച്. ഇവനെയൊക്കെ സത്യം പറഞ്ഞാൽ വഴിയിലിട്ട് കണ്ടു കഴിഞ്ഞാൽ തല്ലിക്കൊല്ലണം. അതാണ് ചെയ്യേണ്ടത്. ഇത്രയും നാട്ടുകാരെ മോചിച്ച് റീച്ചിന് വേണ്ടിയിട്ടും പൈസയ്ക്ക് വേണ്ടിയിട്ടും സ്വന്തം കുടുംബത്തിലുള്ളവരെ അടക്കത്തിന്റെ അകത്ത് വലിച്ചിട്ടുകൊണ്ട് ഇവന്റെ ഭാര്യ അടക്കം നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. ഞാൻ കണ്ട സമയത്ത് പുച്ഛമാണ് എനിക്ക് തോന്നിയത്. ഇത്രയും ഉളുപ്പില്ലാത്ത നാറിയ കളികളാണ് ഇവനൊക്കെ കളിക്കുന്നത്. ഇവനെയൊക്കെ പോലുള്ളവന്മാർ എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു? അവിടെ ആ സ്റ്റേജ് ഫിയർ മാറാൻ വേണ്ടിയിട്ട് കാണാൻ വന്നവനെ പിടിച്ച് ഇടിച്ച്. അവന്റെ കോച്ച് പറഞ്ഞിട്ടേ നീ ഇതൊക്കെ ഒന്ന് കണ്ടിട്ടു അടയെന്ന്. ഉടനെ അവനെ പിടിച്ച് അകത്ത് കയറ്റിയിട്ട് ഇടിയാവോ ഇടി. അവനും കണക്കി തന്നെ ഇവന്റെയൊക്കെ മുന്നിൽ പോയി നിന്നു കൊടുക്കാൻ പോയെന്ന്. പിന്നെ ഇവൻ മണവാളം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലവാളം അത് മതി. അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ സ്റ്റേറ്റ് പ്ലേയെന്ന്. കോപ്പാണ് കോപ്പ്. അവിടെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ അവിടെ ആയിട്ട് 2 ചാക്കം കെട്ടി കളിച്ചു വരാം. അതായത് ഇൻഡോറിന്റെ അകത്ത് കിടന്നുള്ള പരിപാടി. പാവത്തിനെ ഇടിച്ചാക്കിയിട്ട് ഇതെന്തോ നാടകൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് അറിയാൻ പാടില്ല, അതുകൊണ്ട് ചോദിക്കുക. എന്നിട്ട് ഇവനെ പിടിച്ച് ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇവൻ അടുത്ത് കാണിക്കുന്നതാണ് അതിനേക്കാളും കാട്ടാപ്പള്. കണ്ടു നോക്കാം അവരൊന്ന്. മൊത്തം അവന്റെ പട്ടിഷോ. അവനെ ഇടിച്ചിട്ട് അത് അവൻ ഏതോ സ്റ്റാർട്ടിങ്, അതും അവനെ കണ്ടാൽ തന്നെ അറിയാം അവൻ ഇതിന്റെ ഒന്നും സെറ്റപ്പ് അല്ലെന്ന്. സത്യം അവന്റെ നെറ്റിൽ എഴുതി ഒട്ടിച്ചോലാണ് അവൻ നടക്കുന്നത്. ബോഡി ഫിറ്റ് അല്ല, കാര്യങ്ങളൊന്നും അല്ല. അവനെ കണ്ടാൽ തന്നെ അറിയാം. അവനെ കളിയാക്കുന്നതോ പരിഹസിക്കുന്നതല്ല. ചിലപ്പോ ഇനി കാലക്രമേണ സെറ്റായി വരും. അവന്റെ കോച്ച് അവനെ സ്റ്റേജ് കണ്ടിട്ട് വാടാ ഇതൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞു വിട്ടതാണ്. ഈ മലവാണം കയറി അവനെ ഇടിച്ചിട്ട് അവസാനം പട്ടി ഷോയും കാണിച്ച് അതെടുത്ത് യൂട്യൂബിലിട്ട് അവനെ നാറ്റിച്ച് ഇത് സ്റ്റേറ്റ് മറ്റേ പരിപാടിയാണോ പോലും. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ചാൽ പോരെ. സ്റ്റേറ്റ് പരിപാടിക്ക് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു ടൈപ്പ് ആൾക്കാരെ പിടിച്ച് നിർത്തുവോ? അവനൊക്കെ സെറ്റായി വന്നതിന് ശേഷമല്ലേ അവനൊക്കെ ആദ്യം ഇടിച്ചിട്ട് സ്റ്റേറ്റിൽ കയറുമോ? എന്തായാലും മലവാണം നാട്ടുകാരെ മുഞ്ചിക്കേ നീ പോയിട്ടേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഇതിന് ശേഷമുള്ള ബാക്കി പട്ടി ഷോ കാണാം. നിനക്ക് പറ്റിയത് മറ്റേ തൂറിയിട്ട് ആൾക്കാരെ വഴി കിടന്ന് പറ്റിക്കണ പ്രാങ്കില്ലേ, അത് തന്നെയാണ് നിനക്ക് പറ്റിയത്. നീ അതിലോട്ട് തന്നെ പോ. നാണം കെട്ട ഏർപ്പാടിന് ഇറങ്ങിയിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവന്റെ വായ്ത്താളമാണ് സഹിക്കാൻ പറ്റാത്ത സാധനം. ഇങ്ങനൊരു സ്റ്റേറ്റ് ചാമ്പ്യൻ ആവാൻ പറ്റിയൊരു ഭയങ്കര എല്ലാവരും സക്സസ് മാത്രമേ കാണുള്ളൂ. അതിന്റെ പിന്നിൽ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ആരും കാണില്ല. എല്ലാവരും സക്സസ് മാത്രമേ കാണുള്ളൂ. ഹാർഡ് വർക്ക് എവിടെയും കാണുന്നില്ല. ഞാൻ എന്റെ ഒരു സക്സസിന്റെ പിന്നില് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, അതാരും കാണുന്നില്ല. നിന്റെ സക്സസ് ആരും കാണുന്നില്ല, നിന്റെ ഹാർഡ് വർക്കും ആരും കാണുന്നില്ല. നീ നാട്ടുകാരെ മുഞ്ചിക്കുന്നതാണ് നാട്ടുകാർ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഒളിപ്പുണ്ടാ ചങ്ങായി നിനക്ക് ഇങ്ങനെ കിടന്ന് മെഴുകാൻ. ഇതിനേക്കാളും നീ പോയി കക്കൂസിരുന്ന് തൂറ്. നിനക്ക് അതിന് ആ പ്രാങ്ക് തന്നെ പറ്റിയത്. അത് സൂപ്പർ പ്രാങ്കായിരുന്നു. മറ്റേ കുണ്ടിയില് തേച്ചോണ്ട് പോകുന്ന സാധനം. നിനക്ക് അതേ പറഞ്ഞിട്ടുള്ളൂടാ കുട്ട. 1.5 ഫൈറ്റിന് അല്ലേ ചെറുക്കനൊന്നും പിടിച്ചെടുക്കാൻ കൂടി പറ്റില്ല. അതാണ് എടാ പോടാ. നിന്നെ കുറെ പേര് വെല്ലുവിളിച്ചിട്ടുണ്ട്. അവരോട് ആരോടെങ്കിലും പോയിട്ട് നീ ഒരു ഫൈറ്റ് അങ്ങോട്ട് സെറ്റ് ചെയ്യും. നിനക്ക് അത്രയ്ക്ക് നട്ടലിന് ഉറപ്പുണ്ട്, നീ അത്രയ്ക്ക് ചങ്കൂറ്റമുള്ളവനാണെങ്കിൽ നിന്നെ കുറെ പേര് വെല്ലുവിളിച്ചിട്ടില്ലേ, അവരോട് പോയി അങ്ങോട്ട് ഫൈറ്റ് ഉണ്ടാക്ക്. അവര് തരും നിനക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഉളുപ്പില്ലാത്തവനെ പാവപ്പെട്ട ഏതോ പയലിനെ ഇടിച്ചിട്ട് വലിയ ആളാവുന്നു. അതും മറ്റേ സ്റ്റേജ് പരിപാടി കാണാൻ വന്നവനെ അവനെ പിടിച്ച് മറ്റേ കയ്യിൽ ഗ്ലൗസ് വിട്ട് അവനെ പിടിച്ച് ഇടിച്ചിട്ട് വലിയ ഷോ പട്ടി ഷോ. നിനക്ക് നാണമില്ല ചങ്ങായി. ഇതിനേക്കാളും പോയി തൂറ് നീ, അതാണ് നല്ലത്. അങ്ങനെ നീ ഉണ്ടാക്കി നീ ഉണ്ടാക്കി കാറിയിരുന്ന് ഉണ്ടാക്കുന്നത് സായിക്കിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടാ. അടുത്ത് അതുപോലെ തന്നെ വീഡിയോ ചെയ്യുന്ന മറ്റേ ഈഗിളിനെ കിട്ടുള്ള ഉണ്ടാക്കലാണ്. ഇവിടെ പോയി കയറിക്കോട്. അവന്റെയൊക്കെ മുന്നിൽ പോയിട്ട് നീയും നിന്റെയൊക്കെ മറ്റേ വേറെ എന്തൊരു കുണ്ട ഉണ്ടായിരുന്നല്ലേ മറ്റേ കുറിയിട്ട, അവനൊക്കെ കൂടി വാങ്ങിച്ചു കൂട്ടി ഇറങ്ങിപ്പോയി. എന്നിട്ട് നിന്റെയൊക്കെ പരിപാടികൾ അങ്ങോട്ട് ഏക്കുന്നില്ല. നാട്ടുകാരെ മൊത്തം പൂരെ തള്ളക്കുള്ളി. അതിനുശേഷം ഇപ്പം അവനെയൊക്കെ വെല്ലുവിളിച്ചും കൊണ്ട് അടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. പോയി കയറിക്കൂടി. ഞാൻ അവന്റെ ഒന്നും കൂടി മേടിച്ചോണ്ട് പോ. എടാ പോ, ഞാൻ ഒന്നും പറയണില്ല. ഇനി അടുത്ത് വേറൊരുത്തണ്ട് അവന്റെ കൂടെ. ഉണ്ടാക്കിയ നിനക്കെന്താ ഇത്ര തിളപ്പ്? കൂട്ടുകാരൻ പോലും, കൂട്ടുകാരൻ, നല്ല കൂട്ടുകാരൻ. എല്ലാവരും കൂടി ചേർന്ന് ഉടായ്പും കാണിച്ചു കൂട്ടിയിട്ട് അടിച്ചുണ്ടാക്കിയാണ്. നല്ല അടിച്ച് ഉണ്ടാക്കി. മനസ്സിലായി അടിച്ചുണ്ടാക്കിയെന്ന്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പിന്നെ അണ്ണൻ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്ക്. വേറെ ഒന്നുമില്ല,
കൂട്ടുകാരൻ സ്റ്റാറ്റ് പ്ലെയർ ആയിരുന്നു. എവിടത്തെ ഏത് പഞ്ചായത്തിലെ സ്റ്റാറ്റ്? നാട്ടുകാരെ പറ്റിക്കുന്നതാണ് നാറികളെ. ഇപ്പൊ ഗോൾഡ് മെഡൽ കിട്ടി, സ്റ്റേറ്റ് ചാമ്പ്യനായി. ഇനി അടുത്ത നാഷണലിലൊക്കെ പോകും. ഉണ്ട്. ഞാൻ അടുത്ത് പ്രിപ്പയർ ചെയ്യണത് നാഷണൽ ചാമ്പ്യൻഷിപ്പിന്, അത് കഴിഞ്ഞിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യയുടെ ഫ്ലാഗ് എന്ത് ചെയ്ത് തൂക്കും. എന്റെ പൊന്നളിയ, നീ ഇന്ത്യക്ക് വേണ്ടി ഒന്ന് മത്സരിക്കണം. നമ്മളെ നാടിനും രാജ്യത്തിനൊന്നും നാണം കെടാൻ വയ്യ. നീ ഇപ്പൊ സ്റ്റാറ്റ് പിടിച്ചിട്ട് കേരളത്തിനെ അപമാനിക്കാനുള്ള പരിപാടി നീ കാണിച്ചു. ഇനി അങ്ങും പോവല്ലടേ, വേണ്ടടേ, വേണ്ടാത്തോണ്ട് പറയുക. നിന്നെപ്പോലെ ഒരു മലവാണ് നമ്മുടെ രാജ്യത്തിനെ വേണ്ടാത്തോണ്ട. ഇനി ഞാനൊരു കമന്റ് വായിക്കാം കേട്ടോ. MMA ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് കബീബിന്റെ മത്സരങ്ങൾ കണ്ടിട്ടാണ്. എത്ര വലിയവന്റെ മുന്നിലും തല കുമ്പിടാത്ത ചെറിയ ആളുകളോട് വിനയത്തോടെയും പെരുമാറുന്ന ആ മനുഷ്യനോടുള്ള ഇഷ്ടം കൊണ്ടാണ് MMA തിരഞ്ഞെടുത്തത്. എന്റെ ബഹുമാന്യനായ പിതാവാണ് മാർഷ്യൽ ആർട്സിലേക്ക് ഞാൻ കടന്നു വരാൻ കാരണം. മണവാളന്റെ വിജയ സമയത്ത് കൂടെയുണ്ടായ ആളുകളുടെ സംസാരം കേട്ടപ്പോൾ കബീബിന്റെ എതിരാളിയായിരുന്ന മത്സര സമയത്ത് എതിരാളികളോട് സംസാരിച്ച രീതി പോലെയാണ് എനിക്ക് തോന്നിയത്. അത് കേട്ടപ്പോൾ തോന്നിയൊരു മോഹമാണ്. ഒറ്റ ചോദ്യം, എടാ മലവാണമേ, മണവാള, ഞാനായി ഏറ്റുമുട്ടാൻ നീ ഉണ്ടോ? ഇതൊരു വെല്ലുവിളിയായി തന്നെ എടുത്തോ. സ്നേഹത്തോടെ നിന്നെ ഞാൻ ക്ഷണിക്കുന്നു. എനിക്കെതിരെ റിങ്ങിൽ ഇറങ്ങിയാൽ നിനക്കതൊരു നല്ല ഓർമ്മയായി മാറും. ഒന്നുകിൽ ഇതോടുകൂടി പടവിടാൻ നന്നാകും, അല്ലെങ്കിൽ പെട്ടി കയറും, നമുക്ക് നോക്കാമെന്നേ. ചെങ്കിസ് ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വെല്ലുവിളിച്ചിട്ടുള്ള ഇവന്. അടുത്ത് വായിക്കാം. ഇതിന്റെ മുകളിൽ ഞാൻ 2 ചെക്ക് വയ്ക്കാം. ഇതിൽ 2 പേരിൽ ഒരാളെ സെലക്ട് ചെയ്യാം. അതിൽ ഒരാളെ റിങ്ങിൽ ഇടിച്ചിട്ടാൽ നിന്നെ ഞങ്ങൾ അംഗീകരിക്കും. അതല്ലാതെ ഇത് വെറും പ്രഹസനമായി കണക്കാക്കും. മലവാണമേ നീ മൂഞ്ചി. ഇനി അജ്മൽ എന്ന് പറയുന്ന ഒരു ബ്രോ നിന്നെ വെല്ലുവിളിക്കുന്നുണ്ട്, നിന്നെ പറ്റി പറയുന്നുണ്ട്, കേട്ടോക്ക. ഇനി മണവാള, ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ പറ. ഞാൻ ഇൻസ്റ്റയിൽ മണവാളന്റെ ഒരു ഫൈറ്റിംഗ് വീഡിയോ കണ്ടു. ഫൈറ്റിംഗ് ആന്ന് പറഞ്ഞിട്ടാണോ സ്റ്റോറി ഇട്ടിരിക്കണേ, സ്റ്റേറ്റ് ആന്ന് പറഞ്ഞിട്ട്. MMA ഫൈറ്റിംഗ് ഒരിക്കലും അങ്ങനെയല്ല. ഇതൊരുമാതിരി നാടൻ തല്ലി ഏതൊരു ബംഗാളിന് 500 റുപ്യ കൂലിയും ഒരു ചായയും വാങ്ങി കൊടുത്തുകാണ്ട് വിളിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അതിന്റെ താഴെ ഒരു കമന്റ് ഇട്ടോളും കുറെ പേര് പറഞ്ഞു ഫേക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ. ഈ സ്റ്റേറ്റ് ലെവലിലൊക്കെ പോകുമ്പോൾ വെയിറ്റ് കാറ്റഗറി അനുസരിച്ച് മിനിമം അവന്റെ ഒരു വെയിറ്റിന് ഒരു 4 or 3 പേര് എന്തായാലും ഉണ്ടാവും ഓപ്പണന്റ് ആയിട്ട്. ഇതിപ്പോ ഒന്നും അറിയാണ്ട് ഫൈറ്റ് ഒന്നും അറിയാത്ത വെറുതെ പോയിട്ട് സ്റ്റേറ്റ് എടുത്ത് കൊടുക്കുക. വർഷങ്ങളോളം ഇവിടെ പ്രാക്ടീസ് ചെയ്യണവർക്ക് പൊട്ടന്മാരാ. ഞാൻ മണവാള നിന്നെ വെല്ലുവിളിക്കണേ ഒരു ഓപ്പൺ ഫ്രണ്ട്ലി മാച്ച്. നീ എന്നിട്ട് ഫൈറ്റ് ചെയ്യാണ്ടോ? നീ പറയുന്ന സ്ഥലത്ത് ഞാൻ വരും. ഞാൻ കൊച്ചിയിൽ വെച്ചിട്ടൊരു ഫൈറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ പോയിരുന്നു. അവിടെ മണവാളിനി ഒരാളും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതല്ലാണ്ട് വേറൊരു എന്റെ അറിവിലോ ഞങ്ങളെ ഫൈറ്റിംഗ് ഗ്രൂപ്പിലോ കാര്യം ഇങ്ങനെ ഒരു ഫൈറ്റിന്റെ കേസ് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇത് ഫേക്ക് ആണെന്നാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറിയില്ല. അവന്റെ ഫാമിലിയുടെ തമ്മിലുള്ള എല്ലാവരും കൂടി കണ്ടുള്ള ഫൈറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി മണവാള, ഇനി MMA ആയിക്കോട്ടെ, മൊയ്ത്തായി ആയിക്കോട്ടെ, കിക്ക് ബോക്സിംഗ് ആയിക്കോട്ടെ, എന്തിനാലും നീ ഏതിനാണ് റെഡി, അതിന് ഞാൻ തയ്യാറാണ്. നീ വിളിക്കുന്ന, വീണ്ടും പറയുന്നത്, നീ വിളിക്കുന്ന സ്ഥലത്ത് ഞാൻ നിന്നെ വെല്ലുവിളിക്കാം. ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നീ പറ. കോപ്പ് വരാം, കോപ്പ്. ഇനി എങ്ങാണ്ട് വന്നു കഴിഞ്ഞാൽ അവനെ ഇടിച്ചങ്ങ് തീർത്ത് കളയണം. എനിക്കതാ പറയാനുള്ളത്. ഇതുപോലെ നാട്ടുകാരെ മുഞ്ചിച്ച് പറ്റിച്ച് നടക്കുന്ന നാറകളെ ഇടിച്ചങ്ങ് തീർക്കണം. എന്നിട്ട് ലാസ്റ്റ് ബാക്കി ജീവൻ ഉണ്ടെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അതാണ് ചെയ്യാനുള്ളത്. ഈ ബ്രോനെ വേറൊരു വീഡിയോ കുറച്ച് നേരത്തെ ഇട്ടിട്ടുണ്ട്, അതും കൂടി കണ്ടുപോകാം. എനിക്ക് മണവാളനോട് ഒരു കാര്യം പറയാനും. മണവാളൻ, ഞാൻ ഇന്നലെ മണവാളന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ കുറെ പേര് പേഴ്സണലായിട്ടും അതുപോലെ കമന്റ് ബോക്സിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ബ്രോ ഇത് ഫേക്ക് ആണോ, അത് റിയൽ ആയിട്ടുള്ള സംഭവമാണോ? സംഭവം എന്ന് വെച്ചാൽ 100% ഫേക്ക് ആണ്. ഇതൊരു പഞ്ചായത്ത് മാച്ചാണ്. അങ്ങനൊരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് അവൻ ഇറങ്ങിയിട്ടില്ല. അത് പറയാൻ കാരണം എങ്ങനെയാന്ന് വെച്ചാൽ ഇവന്റെ ഓപ്പണന്റ് ഉണ്ട്, അവനെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. മെസ്സേജിൽ എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. ആകെ 2 പേര് മാത്രമേ അതിൽ പങ്കെടുത്തിട്ടുള്ളൂ. പിന്നെ ഇവൻ പോലും അറിയാണ്ടാണ് ഇവന്റെ വീഡിയോസും കാര്യങ്ങളും എടുത്തിട്ട് ഇവന് യൂട്യൂബിൽ അതിലെന്തെങ്കിലും അപ്ലോഡ് ചെയ്തത്. ഞാൻ 3 മാസമേ ഉള്ളൂ MMA സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഇത് എന്റെ കോച്ച് പറഞ്ഞു സ്റ്റേജ് ഷെയറൊക്കെ മാറില്ലേ, ഒന്ന് വാ ജസ്റ്റ് കണ്ടു നോക്ക്, ഇതൊരു ജസ്റ്റ് ഒരു മാച്ച്. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടാണ് നീ റിങ്ങിൽ ഇറങ്ങിയത് അല്ല? ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, അതിപ്പോ ഈ മണവാളിന് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് എന്നാണ്ട് വീഡിയോ കാര്യം ഇട്ടിട്ടുണ്ട്, അത് സ്റ്റേറ്റ് അല്ലല്ലോ? ഓക്കെ, അപ്പൊ ഇത് ആ കോച്ച് കാര്യങ്ങളൊരു വീഡിയോ ഇങ്ങനെ ഇതൊരു പഞ്ചായത്ത് മാച്ചാണ്, അത് മനസ്സിലായി. പക്ഷെ അതല്ല, അപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോ ബ്രോക്ക് മനസ്സിലായിട്ടില്ല ഇവ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കണ്ടന്റിന് വേണ്ടി ചെയ്യാന്നുള്ളത്? ഞാൻ ഇങ്ങനത്തെ ഇതൊന്നും ഇവനെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ ഇതിനൊക്കെ സപ്പോർട്ട്, അവരുടെ കോച്ച് സപ്പോർട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ? ഇങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ചെയ്യുമ്പോ മോശം ആർക്കും അറിയത്തൊന്നും ഇല്ലായിരുന്നു ഈ സംഭവം. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഇത്രയും വീഡിയോ ഇട്ട് ഇവൻ ലൈവ് ഇടുവന്ന് നല്ല ആർക്കും അറിയില്ലായിരുന്നു. സംഭവം ഉണ്ടായിട്ടാണോ ഈ ഫൈറ്റിംഗ്? അതായത് 3 മാസം എക്സ്പീരിയൻസ് ഉള്ളൂ, അത് വെച്ചിട്ട് നീ റിങ്ങിൽ ഇറങ്ങിയത് ഇവന്റെ കൂടെ. മണവാളൻ വീണ്ടും പറയുന്നു, നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കണ്ടന്റോ കാര്യങ്ങളോ എന്തേ എടുത്തിട്ട് നീ ചെയ്യും, അല്ലാണ്ട് മറ്റുള്ളവരെ ദ്രോഹിച്ചാണ്ട് നീ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്.
ഇത് ശരിയല്ല. പിന്നെ മറ്റുള്ളവരെ മുന്നിൽ ഷോ ഓഫ് ഇറക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ചെയ്യണൊക്കെ ഇത് വെറും തന്തയില്ലാത്തരെന്നാ പറയാം. പക്ഷെ ഞാൻ നിന്നെ ചലഞ്ച് ചെയ്ത് മറക്കണ്ട, നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ നീ വാ. എടാ മണവാള മലവാണമേ, നിനക്ക് നട്ടലിന് ഉറപ്പുണ്ടെങ്കിൽ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് പോയി ഇടിച്ച് തോപ്പിച്ചിട്ട് വാ. എങ്കിൽ ഈ പറഞ്ഞ നമ്മളെല്ലാരും നിന്നെ കണ്ട് കൈയടിക്കാം. അല്ലെങ്കിൽ ചപ്പാക്കുറ്റി നോക്കി അടിക്കാനുള്ള കലിപ്പുണ്ട്. അമ്മാതിരി ഊളത്തനമാണ് കാണിച്ചു വെച്ചിട്ടുള്ളത് കേട്ടാ. എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ അഭിപ്രായം ഉറപ്പായിട്ട് താങ്കളുടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ്.